ഒരു ബിസിനസ് അത്ര പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല. അത് പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നതാണ് മാത്രം. എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മളെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ എടുത്തേ പറ്റൂ. കാരണം നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് എടുത്തിട്ട് ബാക്കിയുള്ള എന്താ പ്രോഫിറ്റ് നിന്ന് എടുക്കാൻ പറ്റും, നഷ്ടത്തിൽ നിന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ട്. പ്രോഫിറ്റ് നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ഫണ്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഫണ്ടേ നമ്മളെ സ്ഥാപനത്തിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായം. നമ്മളെപ്പോഴും ബിസിനസ്സിൽ ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ ബിസിനസ്സിൻ്റെ അടുത്ത മിഷനിലേക്കോ അടുത്ത എന്താണോ നമ്മുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടത് അതിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഫണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഫുൾ ഫ്രീ ആവാൻ നമ്മൾ ചാൻസ് കൊടുക്കരുത്. നമ്മൾ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ ടൈറ്റ് ആയിക്കൊണ്ട് തന്നെ, പക്ഷേ അത് നമ്മൾ മന്ത്ലി എടുക്കുന്ന പൈസ ടൈറ്റ് ആക്കിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ എവറി മന്ത് എടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ നമ്മൾ ബിസിനസ്സിന് എടുത്തേ പറ്റുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നതാണ്. നമ്മൾ സ്റ്റാഫ് 8 മണിക്കൂർ ജോലി ചെയ്യുന്നത്, നമ്മൾ 24 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു എമൗണ്ട് എവറി മന്ത് നമ്മൾ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അധികം ആൾക്കാർ എന്ത് ചെയ്യും, അതുപോലെ എടുക്കില്ല. എടുക്കാണ്ടാണ് പിന്നെ ഈ ഫണ്ടും കൂടെ അതിലിട്ടിട്ട് അവരും ടെൻഷൻ, ഫുൾ ടൈം അവർ ടെൻഷനാണ്. അപ്പോൾ നമ്മൾ ആ കാശ് 1-ാം തീയതി ബാക്കിയുള്ളൊരു സാലറി എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എടുത്തിരിക്കണം. എന്നാലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. നമ്മൾ ഹാപ്പി ആയാലേ ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു